ചോദിക്കുമ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. യെസ്, ഞാൻ നാട്ടിലെത്തി. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് എന്തൊക്കെയാണ് ജർമ്മൻ സ്പെഷ്യൽ സാധനങ്ങൾ കൊണ്ടുവന്നതെന്ന്, സ്പെഷ്യൽ ഒന്നുമല്ല ബട്ട് സ്റ്റിൽ ജർമ്മനിയിൽ നിന്ന് ഞാൻ എന്തൊക്കെയാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, വളരെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓവർ വെയിറ്റ് ആയതുകൊണ്ട് എനിക്കെല്ലാം കൊണ്ടുവരാൻ പറ്റിയില്ല. കുറേയൊക്കെ ഞാൻ അവിടെ തന്നെ തിരിച്ചു കൊടുക്കലും അവിടെ വെക്കലും ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരാളെ പറ്റി ഞാൻ എന്തായാലും പറയണം. എൻ്റെ ഒരു ഫ്രണ്ട് അശ്വിൻ എന്നാണ് പേര് കേട്ടോ, എൻ്റെ ഒപ്പം പഠിക്കുന്നത് തന്നെയാണ്. അവൻ എൻ്റെ ഒരുപാട് സാധനങ്ങൾ അവൻ കൊണ്ടുവരുന്നുണ്ട്. കാരണം അവൻ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയിരുന്നു, അവന് 2 ലഗേജ് ഉണ്ട്. സോ അവൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എൻ്റെ ഒരു 5 to 6 kgs അവനാണ് കൊണ്ടുവരുന്നത്. ഓ എൻ്റെ മോനെ അശ്വിനെ, താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അവൻ ട്രിവാൻഡ്രത്തേക്കാണ്, നമ്മൾ തൃശ്ശൂർക്കാണല്ലോ വന്നത്. അവന് വേറെ ഫ്ലൈറ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ അവൻ ആ കൊണ്ടുവരാൻ കാണിച്ച മനസ്സുകൊണ്ട് എനിക്ക് ഒരുപാട് ഐറ്റംസ് റിട്ടേൺ ചെയ്യാണ്ട് നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിലില്ല, ഞാൻ കൊണ്ടുവന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷെ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് അശ്വിൻ എന്നെ ഹെൽപ്പ് ചെയ്തതിന്. അപ്പൊ ഇതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. പക്ഷെ എന്റെ ഫാമിലി കൂടി അല്ല നിങ്ങൾ, അപ്പൊ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണ്ടേ ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളൊരു തെമുവിന്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഉടനടി നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവും കേട്ടോ. അപ്പൊ പോസ്റ്റ് ആവുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ ഈ ഐറ്റം എന്ന് മനസ്സിലാവും. ഇതൊരു ലൈറ്റ് ഗിവിംഗ് ഡിവൈസ് ആണ്. ഒരു ലേസർ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഫുൾ നമ്മളുടെ വീട്ടിൽ തന്നെ മറ്റേ ഹോളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ സാധനം. അപ്പൊ അങ്ങനത്തെ ഒരു ഡിവൈസ് എനിക്ക് ഒരു തെമു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അതിൻ്റെയാണ് ആ ഐറ്റം ആണത്. ഭയങ്കര ക്യൂട്ടാണ് അവന്. ഇവനൊരു പേരൊക്കെ ഇട്ട് നമുക്ക് സെറ്റപ്പ് ആക്കണം. അപ്പൊ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക്. പിന്നെ ഞാൻ മെയിനായിട്ട് ഇപ്രാവശ്യത്തെ നമ്മുടെ മെയിൻ പൈസ പൊടിഞ്ഞൊരു ഐറ്റം വാച്ചസ് ആണ്. വാച്ചസ് ഞാൻ മിക്കവാറും കൊണ്ടുവരാറുണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ. ഇത് ഞാൻ ഫോസിലിൽ നിന്നാണ് വാച്ചസ് വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് വാച്ച് വന്നിട്ട് അമ്മയ്ക്കാണ്. ഈ വാച്ച് ഫോസിലിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള വാച്ചാണ്. ഓൾറെഡി ഞാൻ അമ്മയ്ക്കൊരു സിൽവർ ഷെയ്ഡിലുള്ളത് അമ്മയ്ക്ക് അച്ഛനും കപ്പിൾ വാച്ചായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു ഫോസിൽസിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള വാച്ച് വാങ്ങിച്ചു. പിന്നെ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ഞാനൊരു വാച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഫോസിൽസ് തന്നെയാണ്, ഒരു ബ്ലാക്ക് ഷെയ്ഡിലൊരു വാച്ച്. അപ്പോൾ ഞാൻ എനിക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് വാച്ചാണ് മേടിച്ചത് കേട്ടോ, ഫോസിൽസിൽ നിന്ന് തന്നെയാണ്. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ആക്ച്വലി ഇതിൻ്റെ എംആർപി വന്നിട്ടൊരു 300 euros വരുന്നുണ്ട്. ബട്ട് നമ്മൾ ഓഫറിലാണ് മേടിച്ചത്. അപ്പോൾ അങ്ങനെ 3 വാച്ചസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്കൊരു അനീറ്റി ഉണ്ട്. അനീറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാമൻ്റെ മോളാണ്. പെണ്ണു എന്നാണ് പേര് കേട്ടോ. അവൾക്ക് അറിയില്ല ഞാൻ അവൾക്ക് ഇങ്ങനെ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടു. ഐ ഹോപ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അത് അവൾ എന്നെ ഓടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തർക്ക് ഓരോ സെലക്ഷൻ ആണല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബാഗ് മേടിച്ചു വന്നത് കേട്ടോ. ഇതാണ് ഈ ബാഗ്. ഇത് ജർമ്മനിയിലെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ നമ്മൾ മേടിച്ചതാണ്. പിന്നെ 5 UK പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ നമുക്ക് ക്വാളിറ്റി സ്ട്രീറ്റ്സിൻ്റെ മിഠായി കിട്ടില്ല. അപ്പോൾ UK-ന്ന് 5 ഞാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് ക്വാളിറ്റി സ്ട്രീറ്റ്സ് നല്ല അടിപൊളി ചോക്ലേറ്റ്സാണ്. അപ്പോൾ അവൾ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് UK-ന്ന് വരുത്തിച്ച ക്വാളിറ്റി സ്ട്രീറ്റ്സിൻ്റെ മിഠായിയാണ്. ഓക്കെ, നെക്സ്റ്റ് ജർമ്മനിയിൽ വരുമ്പോൾ ലിൻഡ് കൊണ്ടുവരാത്ത ആൾക്കാരുണ്ടോ? ലിൻഡ് ചോക്ലേറ്റ്സ് അത്രയും സ്പെഷ്യലാണ്. ജർമ്മനിയിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരുന്നൊരു സാധനമാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് നമുക്കാണ്. ഇതും 2 എൻ്റെ ഫ്രണ്ട്സിനുള്ളതാണ്. ഇത് അഞ്ചുവിൻ്റെ വീട്ടിലേക്ക് അവൾ കൊടുത്തു വിട്ടതാണ്. അങ്ങനെ ലിൻഡിൻ്റെ ചോക്ലേറ്റാണ്. ഇത് മിക്സഡ് ചോക്ലേറ്റും അത് ഡാർക്ക് ചോക്ലേറ്റുമാണ്. അതുപോലെ തന്നെ ലിൻഡിൻ്റെ ബാറുകളാണിത്. ചോക്ലേറ്റ് ബാർസാണ്. ഒന്നുകൂടി ഉണ്ടായിരുന്നു. യെസ്, 2 ഹേസൽനട്ടും 1 ആൽമണ്ടും. അത് ഫ്രണ്ട്സിനുള്ളതാണ്. നെക്സ്റ്റ് മിൽക്ക. ഇതിപ്പോൾ ഞാനിത് കാണിച്ചപ്പോൾ എൻ്റെ അനിയൻ മന്നാടി എന്നോട് പറഞ്ഞു ഇതൊക്കെ എവിടെയും കിട്ടും, നാട്ടിൽ കിട്ടുമെന്ന്. പക്ഷേ ജർമ്മൻ സാധനം നമുക്കല്ലായിരുന്നു. അപ്പം മിൽക്ക ഇതൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പുറത്തെത്താതാണ് ഇത് വേർതിരിക്കുന്നത്. കാരണം നമ്മുടെ ക്ലൈമറ്റിൽ മെൽട്ടായി പോകുന്നുണ്ട്. അപ്പോൾ മിൽക്കയുടെ ഒരു 4 ചോക്ലേറ്റ്സ്. ഇതിൽ 2 എണ്ണം ഓറിയോ ഫ്ലേവറും 2 എണ്ണം ഹേസൽനട്ടുമാണ്. എനിക്ക് ഹേസൽനട്ട് ഫ്ലേവർ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് മേടിച്ചത്. പിന്നെ മിൽക്കയുടെ തന്നെ 2 ഛോട്ട ഓറിയോസ് ഫ്ലേവേഴ്സ്. പിന്നെ
എൻ്റെ അനിയന് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ സ്പ്രെഡ്, ഒരു ചോക്ലേറ്റ് ബ്രെഡ് സ്പ്രെഡ്, അതും ഞാൻ മിൽക്കേഡ് തന്നെയാണ് എടുത്തത്. നല്ല അടിപൊളി സാധനമാണ് മിൽക്കേഡ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ അച്ഛന് പെർഫ്യൂമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ. അപ്പോൾ അച്ഛനുള്ള പെർഫ്യൂം കൊടുത്തു. ഇത് അനിയനുള്ള പെർഫ്യൂം, ജാഗ്വറിൻ്റെ പെർഫ്യൂം അനിയനും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എൻ്റെ മാമന് വേണ്ടിയിട്ട് ഷൂ ആണ് മേടിച്ചത്. ഈ ഷൂ ആണ് എൻ്റെ മാമന് വേണ്ടി മേടിച്ചത്. നൈക്കി എയർ ആണ് അത്. പിന്നെ ആകെ അലങ്കോലമായിട്ടാണ് ഇത്തവണ അവിടെ പാക്കിങ് ഇരിക്കുന്നത്. കാരണം വെയിറ്റ് കൂടുതലായതുകൊണ്ട് എല്ലാത്തിനും പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ എറിഞ്ഞു. നമ്മൾ ആക്ച്വലി ട്വിക്സിനൊക്കെ വലിയൊരു പെട്ടി ഉണ്ടായിരുന്നു. ഈ പെട്ടിയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല, കാരണം വെയിറ്റ് കൂടുതലായപ്പോൾ ഈ പെട്ടിയുടെ ഭാരം കാരണം വെയിറ്റ് വീണ്ടും കൂടണ്ടെന്ന് വെച്ചിട്ട് ഇതിൽ ട്വിക്സിൻ്റെ സോൾട്ടഡ് കാരമലും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ഉള്ള ട്വിക്സിൻ്റെ മിക്സാണ്. ദെയർ ആഫ്റ്റർ നമ്മൾ കൊണ്ടുവന്നത് ഇതൊരു ഹാൻഡ് ക്രീമാണ്. ബലേയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹാൻഡ് ക്രീമാണ്. അത് കഴിഞ്ഞ് അമ്മയ്ക്കും അതുപോലെ തന്നെ മാമൻ്റെ വൈഫ് എൻ്റെ ചുഞ്ചു എന്ന് പറഞ്ഞ ആൻറ്റിക്കും രണ്ടുപേർക്കും സെയിം പെർഫ്യൂംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ബ്രാൻഡ് മാർസെല എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ, ഒരു ഫ്രൂട്ടി ബട്ട് ഒരു ഓറഞ്ച് ഫ്രേഗ്രൻസ് ആണ് വരുന്നത്. അടിപൊളിയാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഹാൻഡ് പെഡിക്യൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഇതൊക്കെ മാസ്ക് അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് സ്കിൻ കെയർ ആണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൈൻഡ് ഓഫ് ടാബ്ലറ്റ് ആണ്. ഈ ടാബ്ലറ്റ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നതിന് പകരമുള്ള ഒരു ഐറ്റമാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് വീണ്ടും ചോക്ലേറ്റ്സ് ആൾക്കാർക്കൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ചോക്ലേറ്റ്സിൻ്റെ കുറച്ച് മിനീസ് വാങ്ങിച്ചിട്ടുണ്ട്. മിക്സ് ഓഫ് മാർസ്, മിൽക്കി വേ, സ്നിക്കേഴ്സ്, ബൗണ്ടി, ട്വിക്സ്, അങ്ങനെ 2 മിനീസിൻ്റെ പാക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആമസലി എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്. ഓക്കെ, ഇതും ഒരു വേഫർ കൈൻഡ് ഓഫ് ചോക്ലേറ്റ് ആണ്. പിന്നെ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതൊരു മിക്സ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിസ്ത മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു നട്ട്സിൻ്റെ കൈൻഡ് ഓഫ് ഐറ്റമാണ്. ഇത് നമ്മുടെ പീനട്ടിൽ കുറച്ച് മിക്സൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് മേടിച്ചാണ്. അങ്ങനെ അതിൻ്റെ തന്നെ ഒരു 2 ഫ്ലേവേഴ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ മിക്കാഡോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ മിഠായി ഇല്ല, അതിലിപ്പോൾ ആഡംബരമൊന്നും എനിക്ക് പറയാനില്ല, ഒരു മിഠായി. അത് വീണ്ടും ഞാൻ കണ്ടപ്പോൾ മേടിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ കിൻഡറിൻ്റെ ഹാപ്പി ഹിപ്പോ എന്ന് പറഞ്ഞിട്ടൊരു മിഠായി. ഇതൊരു കേക്ക് പോലത്തെ ഐറ്റം. ഇതൊന്നും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, ജർമ്മനിയിൽ വെച്ചിട്ട് മേടിച്ചതാണ്. ഇങ്ങോട്ട് നല്ലതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. ഇതൊരു സ്കിൻ കെയർ ആണ്, എൻ്റെ സ്കിൻ കെയർ ആണ്. അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ നിഗമനം. കുറച്ച് സെറം, ടോണർ, മറ്റേ ലിപ്പ് ആൻഡ് ഐ ക്രീം, അങ്ങനത്തെ ഐറ്റംസ്. വേറെ അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് ഈ ബാഗിലുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ക്യാൻഡ് ഫിഷ് മേടിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വീട്ടിൽ ക്യാൻഡ് ഫിഷ് ലുലുവിലൊക്കെ കിട്ടും, ബട്ട് സ്റ്റിൽ ജർമ്മനിയിലത്തെ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാൻഡ് ഫിഷ്. ട്യൂണയാണ് നമ്മളുടെ മെയിൻ ദേശീയ ആഹാരമാണ് ജർമ്മനിയിലെ ക്യാൻഡ് ഫിഷ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നാട്ടിലേക്ക് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫെററോ റോഷർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഹാർഡ് വാട്ടറിൻ്റെ, നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹാർഡ് വാട്ടർ കളയാനായിട്ട് ഇത് ജർമ്മനിയിലുള്ളവർക്കും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അവിടെ കാൽക്കിൻ്റെ ഡെപ്പോസിറ്റ് നിങ്ങളുടെ സിങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഐറ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ കുറച്ച് വേഫർ ചോക്ലേറ്റ്സ് വീണ്ടും. പിന്നെ ഒരു ലിപ് ബാമാണ്. പിന്നെ വീണ്ടും ഹേസൽനട്ടിൻ്റെ ഒരു ചോക്ലേറ്റ്, കിഡിലൻ ചോക്ലേറ്റ് ആട്ടോ. ഇത് കുഞ്ഞു ബാഗുകളാണ്, നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ ഇത് ചീസ്, ഇത് അവിടുത്തെ ബ്രെഡ് ടോസ്റ്റ് ചീസാണ്. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഞാൻ മറന്നു, ഫ്രിഡ്ജിൽ വെക്കണം ഉടനെ. അങ്ങനെ ഒരു ചീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വൈപ്പിംഗ് ക്ലോത്ത് ആണ്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല, അവിടെ കിട്ടാറുണ്ട്. എനിക്കിത് ഇഷ്ടമാണ് വൈപ്പ് ചെയ്യാനായിട്ട്. കിച്ചണും ടേബിൾസൊക്കെ വൈപ്പ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. ആവശ്യം കഴിഞ്ഞ് പിന്നെ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ ഒരു കിട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് ഇതെടുത്തിട്ടുണ്ട്. അപ്പം തുറന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ മേജർ സാധനം മിഠായിയാണ്. പക്ഷെ എത്ര മിഠായി വാങ്ങിച്ചാലും അവസാനം മതിയാവില്ല. ഇത് വന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഫാൻ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ നോയ്സ് വരും. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ കുടിച്ചു ഗൈസ്. ഒരു ഇത് നമ്മളുടെ
ഐസ് ചോക്ലേറ്റ് ഇതെന്താ മലയാളം എന്താ മലയാളം ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ് ആണ്, ഹോട്ട് ചോക്ലേറ്റ് പൗഡറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് മേടിച്ച് കൊണ്ടുവന്നായിരുന്നു. എൻ്റെ മാതാശ്രീ അത് അങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചു, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു. ഇത്തവണ ഞാനിത് പറഞ്ഞു കൊടുത്ത് ഉപയോഗിച്ചിട്ട് വേണം ഇത് കൊണ്ടുപോകാൻ. നല്ലതാണ്, എനിക്കിഷ്ടമാണ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ, എനിക്കിഷ്ടമാണ്. പിന്നെ വീണ്ടും കുറച്ച് ചോക്ലേറ്റ്. ഇപ്പം ഏകദേശം നമ്മുടെ തീരാറായിട്ടോ, പരിപാടി അവസാനിക്കാറായിട്ടുണ്ട്. പിന്നെ വീണ്ടും കുറച്ച് ചോക്ലേറ്റ്സ്. പിന്നെ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ആൾക്ക് കൊണ്ടുവന്നേക്കുന്ന സ്പ്രേ ആണ് കേട്ടോ. ഇത് ഫുൾ ഭയങ്കര ഫ്രൂട്ടി സ്മെല്ലുള്ളൊരു സ്പ്രേ ആണ്, ഭയങ്കര രസമാണ് ഈ സ്പ്രേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും നമ്മുടെ കുറച്ച് സ്കിൻ കെയർ ആണ്. ആൻഡ് ഫൈനലി കഴിഞ്ഞു കേട്ടോ, പെട്ടി കഴിഞ്ഞു. പെട്ടിയിൽ ഇതൊന്നുമില്ല. ലാസ്റ്റ് നമ്മുടെ ഒരു വെറ്റ് വൈപ്സ് ആണ്, നമ്മുടെ മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ എൻ്റെ ഈ ഇടതും എൻ്റെ ഈ വലതും മോളും താഴെ കേട്ടിരുന്ന ഐറ്റംസ് ആണ് ഈ പെട്ടിയിലുണ്ടായിരുന്നത്. അതാണ് ഞാൻ മെയിനായിട്ട് കൊണ്ടുവന്ന ഐറ്റംസ്. എനിക്ക് കുറേ ഇനി കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കുറേയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊണ്ടുവരാൻ പറ്റിയില്ല. കുറച്ച് അശ്വിൻ്റെ ഉണ്ട് കേട്ടോ, അപ്പം ഞാൻ അശ്വിൻ്റെ എന്നുള്ളത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു രസം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നിങ്ങളായിട്ടും ഷെയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി അടുത്ത തവണയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഫാമിലിയിലുള്ള നിങ്ങളിലുള്ള പലർക്കും ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ.